വീഡിയോ ആണ്. ഇതാണ് ഇവൻ ഫസ്റ്റ് സർപ്രൈസ് ആയിട്ട് എനിക്ക് തരുന്നത്. അപ്പോഴാണ് ഈ വീഡിയോ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്രോ ചെക്ക് ബ്രോ. അതിന്റെ മുമ്പ് ഞാനത് പണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. ഈ അരുൺ എന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഫോളോ പറ്റി ഇയാൾ കുറെ പൈസ കൊടുത്തിട്ടുണ്ട്. ഈ അരുൺ എന്ന് പറയുന്ന കക്ഷി പലതവണ അവന് പൈസ കൊടുത്തിട്ടുണ്ട്, ഈ അരുൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പോൾ വിളിക്കാം. അപ്പൊ കരച്ചിൽ സ്മൈലാണ്, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിൽ പറഞ്ഞാൽ ഈ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിസംബർ മാസത്തെയാണ്. അപ്പൊ ഇനിയിപ്പോൾ അതൊക്കെ വിട്ടേക്ക് ഹണി ട്രാപ്പിലേക്ക് എത്താം. ഹണി ട്രാപ്പ് നടക്കുന്ന ദിവസം ഞാൻ പറഞ്ഞ മാതിരി രാത്രി ഞങ്ങൾ വളരെ സമാധാനമായി പിരിഞ്ഞു പോയി. നിങ്ങളൊക്കെ വിശ്വസിപ്പിച്ച ഹണി ട്രാപ്പ് പോസ്റ്റ്. അത് കഴിഞ്ഞ് ജാനുവരി മുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജാനുവരി 31 എത്തി മറ്റേ ഫണ്ട് തന്നില്ല. കാരണം അപ്പൊ 22-ാം തീയതി എൻ്റെ അടുത്ത് ഫണ്ട് വീണ്ടും 5 ലക്ഷം മേടിച്ചു. ആ 5 ലക്ഷം രൂപ എനിക്ക് 26-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ 31-ാം തീയതി മുഴുവൻ ഫണ്ടും സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 2 ഫണ്ട് കൂടി മാച്ച് ആയിട്ട് ലാസ്റ്റ് ഞാൻ വിട്ടു. 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവന് ഫണ്ട് ഒന്നും തരാനില്ല. ഇവൻ വീട്ടിൽ നിന്ന് ആള് മുങ്ങി. വീട്ടിൽ വന്ന് ഞങ്ങൾ 2 പേരും കൂടി രാത്രി ഇവൻ ഫണ്ട് ലുലുവിലെത്തും. ഞാൻ ഇതിന്റെ എല്ലാ ചാറ്റും ഞങ്ങൾ കാണിച്ചല്ലോ. ബ്രോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല, എനിക്ക് പേടിയാണ് ബ്രോനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് നേരെ ഇവന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിഷ്ണു വീട്ടിൽ പോയി. എന്നിട്ട് വീട്ടിൽ വന്ന് ഈ 30-ാം തീയതി രാത്രി ലക്ഷ്മി വിളിച്ചു. ലക്ഷ്മിയുടെ ഫണ്ടിന് വേണ്ടി വിളിച്ചു. അപ്പൊ അസഭ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ നമ്മൾ പോലീസിലേക്ക് കഴിഞ്ഞു. ലക്ഷ്മിയുടെ പേഴ്സണൽ ഇതുകൊണ്ടാണ് അത് നമ്മൾ വിടാതിരിക്കുന്നത്. അത് പോലീസിലേക്ക് പറഞ്ഞു അതെന്ത് വിടുന്നില്ല, അതെന്ത് വിടും, കറക്റ്റായിട്ട് അത് വിടുക. അത് കേൾപ്പിക്കേണ്ടവരെ കേൾപ്പിച്ചാൽ മതി, ഒരു മീഡിയയിൽ അത് കൊടുക്കണ്ട. അപ്പൊ അത് പറയാൻ അത്ര രൂക്ഷമായ ശരിയാണ്. സ്പോട്ടിൽ എന്താ വെച്ചാൽ റോയിട്ട മരിച്ചത് ഞാൻ അന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് ഞാൻ ഫ്ലൈറ്റ് ചെയ്തിട്ട് രാവിലെ ലക്ഷ്മി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റെക്കാണ്. അപ്പം തന്നെ നമ്മൾ പോലീസിൽ പോകണം എന്നുള്ളത് ലക്ഷ്മി പറയുകയും കാര്യങ്ങളും ചെയ്യുകയും ഇവൻ എന്ത് ചെയ്ത് വന്ന് രാത്രി കുംഭ സ്റ്റേഷനിൽ പോയി. അതാണ് ഇപ്പോൾ പറയുന്നത്. കുംഭ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക പറയുന്നത്. എന്താ പറയുക, പൈസ ഞാൻ കൊടുക്കാണ്ട്, പക്ഷെ എനിക്കൊരു വധഭീഷണി ഉണ്ട്, ഈ വേദലക്ഷ്മി അവിടെ ഇത് 1-ാം തീയതി എനിക്ക് 31 ഞാൻ കുംഭ സ്റ്റേഷനിൽ പോകണം. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ രീതിയിൽ ഈ കാര്യങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് കാര്യം റൂട്ട് മാറാണ്. ഇവൻ റൂട്ട് തിരിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ അവസാനം ഈ 6 ലക്ഷം എന്ന് പറയുന്ന അവസാനം മേടിച്ച 6 ലക്ഷം അത് ആദ്യം ഞാൻ തരാം. ഈ 1-ാം തീയതി എൻ്റെ അടുത്ത് ഒരുപാട് കോൾസ് ഞങ്ങൾ സംസാരിച്ചു. ബാംഗ്ലൂരിൽ എത്തുമ്പോൾ തന്നെയാണ് ലൊക്കേഷൻ നോക്കിയാൽ ആ സമയത്ത് പൊടിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊടിയുടെ എനിക്ക് സത്യം പറഞ്ഞ പൊടിയുടെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പൊടിയുടെ കോൺവെർസേഷൻ പൊടി പറഞ്ഞു, ചേട്ടൻ്റെ കൂടെ ഞാനുണ്ട്, ചേട്ടൻ പേടിക്കണ്ട, ഗോകുലൻ ചേട്ടനെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അവരായിട്ട് മീറ്റിങ്ങിൻ്റെ ഒക്കെ ഷെഡ്യൂളിംഗ് ഒക്കെ കാണിച്ചു തരികയും അങ്ങനെ പോയി. അപ്പോൾ ഇത് ഫെബിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ ECLൊക്കെ നടക്കുകയാണ്, ഞാൻ അതിലേക്ക് നോക്കിയാൽ പക്ഷേ ഇത് ലീഗലി പോകും. അപ്പം ഞാൻ ഇവനെ ഡിസ്പ്യൂട്ട് ആയി കിടക്കുകയാണ്. അപ്പോൾ ഇവൻ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ ഒന്ന് മിണ്ടുവോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഇവൻ അയച്ചുകൊടുക്കുക. ഇതൊക്കെ അതിന് ശേഷമുള്ള മെസ്സേജ്. ഞാൻ ഇതിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല. എന്താ ചക്ക ഉമ്മയൊക്കെ ഈ സ്മൈലൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണേ. സ്മൈലി മിണ്ടും ആചാര്യ ബാബു എൻ്റെ അടുത്ത് 16-ാം തീയതിയാണ്. ഞാൻ കുറച്ച് സർക്കാസ്റ്റിക് ആവുക, ഒന്നും വിചാരിക്കണം. കാരണം തെറിയൊന്നും വിളിക്കാൻ അറിയില്ല, മിനിമം എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ. ഓക്കെ, 16-ാം തീയതി അവന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. ഈ 16-ാം തീയതി ഇത് കഴിഞ്ഞില്ല, നമ്മൾ തുടങ്ങുന്നുള്ളൂ. 16-ാം തീയതി അവന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. 16-ാം തീയതി നമ്മുടെ ജോബി ചേട്ടൻ നിങ്ങൾ എല്ലാവരും പറയാം, ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ജോബി ചേട്ടൻ വിളിക്കാം. അദ്ദേഹം പിക്ചറിൽ വരിക. ജോബി ചേട്ടൻ പിക്ചറിൽ വന്നിട്ട് ജോബി ചേട്ടൻ എന്താ ചെയ്യുന്നത്, ജോബി ചേട്ടൻ ഇവന് വേണ്ടി വക്കാലത്ത്. അപ്പോഴാണ് ആൾക്ക് ഭീമമായ പൈസ അയാൾക്ക് അവിടെ പെട്ടി അടച്ചിട്ടുണ്ട്. അന്വേഷിച്ച് നോക്കുക, അക്കൗണ്ട് വഴി. പക്ഷെ അത് റിയലായിട്ട് ഫിനാൻസ് ചെയ്ത ഫണ്ടിരിക്കുകയാണ്, മന്ത്ലി ഫിനാൻസ് അടയ്ക്കുന്ന ഫണ്ടാണ്. റോബിൻ രാധാകൃഷ്ണന്റെ ഫിനാൻഷ്യൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫണ്ട് ഫിനാൻസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞു കുഞ്ഞെ അവന് സമയം പോയി. മാർച്ച് 8-ന് എനിക്കൊരു ലോണുണ്ട്. ആ ലോണ് അവൻ തീർത്ത് കഴിഞ്ഞാൽ ഞാൻ അവന് പുതുക്കിയിട്ട് 1 കോടി രൂപ കൊടുക്കും. അപ്പം നിനക്ക് ആ ഫണ്ട് കിട്ടുമല്ലോ. എട്ടാമതി ഈ മനുഷ്യൻ ഇത്രയും കള്ളനാണ്. എനിക്ക് ചോറ് നിന്ന് വൈദ്യുതി അയാളെ പൈസ അവിടെ കിട്ടണം ആ മനുഷ്യൻ കറക്റ്റ്. അപ്പം ഞാൻ റോബിനോട് പറഞ്ഞു, ജോയിച്ചേട്ടൻ കിട്ടും. ചേട്ടാ പൈസ കൊടുത്താൽ നിനക്ക് തോന്നുന്നുള്ളൂ. ജോയിച്ചേട്ടനൊക്കെ തരും. ചേട്ടൻ പൈസ കിട്ടിയാൽ പോലെ ആ കോൺവെർസേഷനൊക്കെ തരട്ടോ നിങ്ങൾക്ക്. അങ്ങനെ 8-ാം തീയതി മോശം എന്നെ വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ ജോയിച്ചേട്ടൻ പറ്റിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കയറിയ എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്നിട്ട് പറ്റിച്ചു എനിക്കറിയാം. ഞാൻ അപ്പം തന്നെ ജോയിച്ചേട്ടനെ വിളിച്ചു. അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പം ഏകദേശം
രണ്ടാളെ പൊറാട്ട നാടകം സത്യം അയാളെ ഞാൻ ചെയ്ത് വിളിക്കാൻ ഞാൻ വിചാരിച്ച സ്പോട്ടിൽ തന്നെ ഇവൻ ഞാൻ പ്രൂവ് ചെയ്യണം പ്രൂവ് ചെയ്യട്ടെ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു വീഡിയോ 1 വ്യൂ ഇട്ട് ഒരു ടേബിൾ അവരെ ടേബിൾ ഫണ്ട് ടേബിളിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അവന്റെ വോയിസ് കണ്ടില്ലേ. പിന്നെ ഒരു അതാണ് ലക്ഷ്മി വിളിക്കുന്നത് ഇലക്ഷൻ സമയത്ത് എവിടെ നീ ഫണ്ട് 40 ലക്ഷം രൂപ 41 ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചേട്ടൻ എന്നെ വിളിച്ചത് നിങ്ങൾക്ക് കാണിച്ചത് 41 ലക്ഷം രൂപ ചോദിച്ചേട്ടൻ. അപ്പോൾ ചോദിച്ചേട്ടൻ കൂടുതൽ